ദൂർത്തില്ലാതെ ഭരണം തുടങ്ങാൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് കൂടുതൽ മോടി വേണ്ടെന്ന് വി.ഡി. സതീശൻ നിർദ്ദേശം പൊതുഭരണ വകുപ്പിന് നൽകി. വൻതുക ചിലവിൽ മോടി പിടിപ്പിക്കേണ്ടെന്നും ചില്ലറ അറ്റകുറ്റപ്പണി മാത്രം മതിയെന്നുമാണ് സതീശന്റെ നിർദ്ദേശം. മന്ത്രിമന്ദിരങ്ങളും മോടി പിടിപ്പിക്കേണ്ടെന്ന് സതീശൻ നിർദ്ദേശം നൽകി. LDF സർക്കാരിന്റെ ഭരണകാലത്ത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ ക്ലിഫ് ഹൌസിലെ നീന്തൽക്കുളത്തിന്റെ അടക്കമുള്ള മോടി പിടിപ്പിക്കൽ ഏറെ വിവാദത്തിനിടയാക്കിയിരുന്നു. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ ധൂർത്തില്ലാതെ ഭരണം തുടങ്ങാനുള്ള തീരുമാനമൊക്കെയാണ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് കൂടുതൽ മോടിയൊന്നും വേണ്ട എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വൻതുക ചെലവിൽ മോടി പിടിപ്പിക്കേണ്ട എന്നും ചില്ലറ അറ്റകുറ്റപ്പണികൾ മാത്രം മതി എന്നുമൊക്കെയാണ് സതീശന്റെ നിർദ്ദേശം. മന്ത്രിമന്ദിരങ്ങളും മോടി പിടിപ്പിക്കേണ്ട എന്നുമൊക്കെ സതീശൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം തനിക്ക് എസ്കോർട്ടിന് കൂടുതൽ കാറുകളൊന്നും ആവശ്യമില്ല എന്നൊക്കെ ഒരു തീരുമാനമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിലും അധികം മോടിയൊന്നും പിടിപ്പിക്കേണ്ട ആവശ്യമില്ല, ചില്ലറ അറ്റകുറ്റപ്പണികൾ മാത്രം മതിയെന്നൊരു തീരുമാനം ഇത്തരത്തിൽ അധികൃതരെ സതീശൻ നിർദ്ദേശം അറിയിച്ചത്. മന്ത്രിമന്ദിരങ്ങളും മറ്റും മോടി പിടിപ്പിക്കേണ്ട എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. LDF സർക്കാരിന്റെ ഭരണകാലത്ത് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്ന സമയത്തും ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന്റെ അടക്കമുള്ള മോടി പിടിപ്പിക്കലൊക്കെ വലിയ വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. വലിയ തുക ഇത്തരത്തിൽ ക്ലിഫ് ഹൗസിന് മോടി പിടിപ്പിക്കുന്നതിനും മറ്റുമായിട്ടൊക്കെ LDF സർക്കാർ ചിലവാക്കി എന്നൊക്കെ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അധികാരത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ധൂർത്തില്ലാതെ തന്നെ ഈ ഒരു 5 വർഷം ഭരണം തുടങ്ങാനുള്ള തീരുമാനമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് കൂടുതൽ മോടി വേണ്ട എന്നൊരു നിർദ്ദേശമാണ് പൊതുഭരണ വകുപ്പിന് വി.ഡി. സതീശൻ നൽകിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPIM-ന്റെ ജില്ലാതല യോഗങ്ങൾ തുടരുന്നു. ജില്ലാതല യോഗങ്ങളിൽ നേതൃത്വത്തിനെതിരെയും പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനം. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും ആവശ്യമുയർന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ജില്ലാതല യോഗങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നൊരു ആവശ്യമൊക്കെ ഉയരുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ തന്നെ സംസ്ഥാന യോഗവും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ന് വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റും നടക്കുന്നത്. ഇതിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടാകുന്നത്. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ഈ നേതാക്കളുടെ ഈ ചില നടപടികളും നിലപാടുകളുമെല്ലാം ഈ തോൽവിക്ക് കാരണമായതായി വിവിധ കമ്മിറ്റികളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ വിമർശനം ഉയരുകയാണ്. ഇന്നലെയായിരുന്നു പത്തനംതിട്ട സെക്രട്ടേറിയറ്റ് യോഗം നടന്നത്. ആ കമ്മിറ്റിയിൽ ഇപ്പോൾ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും എല്ലാം തീരുമാനിച്ചത് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വരട്ടെ എന്നാണ്. ആ തീരുമാനത്തെ പോലും എതിർക്കുകയാണ്. പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവായി വരണ്ട, കാരണം ഈ തോൽവിയുടെ കാരണം തന്നെ പിണറായി വിജയനാണ്. അങ്ങനെ പരാജയപ്പെട്ട ഒരാളെ എന്തിനെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കണമെന്നൊരു ചോദ്യം ഉൾപ്പെടെ അവിടെ ഉയരുന്നത് നാം ആദ്യമായി കാണുകയാണ്. അതിനൊരു സമാനമായ ഒരു എതിർപ്പ് തന്നെയായിരുന്നു കൊല്ലത്ത് നിന്നും ഉണ്ടായത്. പിന്നീട് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റിയിലും ഇത്തരം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അവിടെ പ്രധാനമായി പറയുന്നത് ഈ വിമത നേതാക്കളെല്ലാം വിമത നേതാക്കൾ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. പല സീറ്റുകളിലും അവർ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് പയ്യന്നൂരിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ 40,000 50,000 വോട്ടിന് വിജയിക്കുന്ന ഒരിടത്താണ് പാർട്ടി ദയനീയമായി തന്നെ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മിറ്റി യോഗങ്ങളിൽ വിമർശനം ഉയർന്നു. പ്രത്യേകിച്ച് കൃഷ്ണനെയും അതോടൊപ്പം തന്നെ ഗോവിന്ദനെയും എല്ലാം വില കുറച്ച് കണ്ടിരുന്നു. അതാണ് ഈ പാർട്ടി
പരാജയമുണ്ടായത്, ഈ സ്ഥലങ്ങളിൽ പരാജയമുണ്ടായത്. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ ഉൾപ്പെടെ മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതെല്ലാം ഒരു തെറ്റായ കീഴ്വഴക്കമായിരുന്നു, തെറ്റായ നടപടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാജയം പാർട്ടി അണികൾ പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചതാണ്. അത് ഇനിയെങ്കിലും പാർട്ടി മനസ്സിലാക്കണമെന്ന രീതിയിലുള്ള വിമർശനമെല്ലാം ഈ വിവിധ കമ്മിറ്റികളിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും ഉണ്ടായി. ഇനിയും പല ജില്ലകളിലും ഈ സെക്രട്ടേറിയറ്റ് യോഗങ്ങളും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളെല്ലാം നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദ മാസ്റ്റർക്കുമെതിരെ എല്ലാം വലിയ വിമർശനം തന്നെയാണ് ഉണ്ടാകുന്നത്. നാം മുൻകാലങ്ങളിൽ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാലങ്ങളിലൊന്നും ഈ നേതാക്കൾക്കെതിരെ ഇത്രയും വലിയ രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടില്ല. പക്ഷേ LDFിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവിയാണ് നിലവിൽ ഈ CPM ഏറ്റുവാങ്ങിയിരിക്കുന്നത്. വെറും 35 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. ആ രീതിയിലേക്ക് പ്രത്യേകിച്ച് മലപ്പുറം അതോടൊപ്പം തന്നെ എറണാകുളം, കോട്ടയം ജില്ലകളിൽ ഒരു സീറ്റുകൾ പോലും നേടാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ശക്തികേന്ദ്രമായ കോഴിക്കോട് ജില്ലയിൽ ആകെ ലഭിച്ചത് ഒരു സീറ്റാണ്. കൊല്ലത്ത് പാർട്ടി തകർന്നടിയുന്നു, തിരുവനന്തപുരത്ത് തകർന്നടിയുന്നു, കണ്ണൂരിലും കാസർഗോഡും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ ജില്ലയിലും വലിയ തിരിച്ചടി ഉണ്ടായി. അപ്പോൾ ഇതിന് കാരണം ഭരണവിരുദ്ധ വികാരമല്ല, 10 വർഷമായി ഭരിക്കുന്ന ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പാർട്ടിയുടെ നേതാക്കളുടെ ഭാഗത്തുണ്ടായ വീഴ്ച അത് പരിശോധിക്കണം. അത് തിരുത്തിയാൽ മാത്രമേ പാർട്ടിക്ക് മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം BJP ആ പ്രദേശത്തേക്കെല്ലാം കടന്നു കയറാനുള്ള സാധ്യതയുണ്ടെന്നും ഈ യോഗങ്ങളിൽ വിമർശനം ഉയരുകയാണ്. എന്തായാലും ഇന്നും പലയിടങ്ങളിൽ ജില്ലാ കമ്മിറ്റികളിൽ യോഗങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇന്നലെ എന്താണോ സംഭവിച്ചത് അത് തന്നെ ഇന്നും സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി, വ്യക്തമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPMന്റെ ജില്ലാതല യോഗങ്ങളൊക്കെ തുടരുകയാണ്. ജില്ലാതല യോഗങ്ങളിലും നേതൃത്വത്തിനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. പിണറായി വിജയനെതിരെയും ഗോവിന്ദ മാസ്റ്റർക്കെതിരെയുമാണ് പ്രധാനമായും ഈ ഒരു തോൽവിക്ക് പിന്നാലെ വിമർശനം ഉയർന്നിരിക്കുന്നത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് വരെയുള്ള ഒരു ആവശ്യം ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഉയർന്നിരിക്കുകയാണ്.